അവിടെ എന്റെ മോള് ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഭ്രാന്തിയെ പോലെ കഴിയുന്നേ. വൈദേഹിയുടെ ഈ മുഖമാണ് എന്റെ മകൾക്കുള്ള ഏക ചികിത്സ. അതുകൊണ്ട് വൈശാലി ഇവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് ഒരു കാര്യം ദേവാ, അവള് ശാന്തിയെ നോക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നതാ. വൈശാലിയായിട്ട് മാത്രം കണ്ടാ മതി. ചേട്ടാ, ഒരുപാട് നന്ദിയുണ്ട്. 2 വട്ടം എന്നെ സഹായിച്ചു. ഇനി അങ്ങോട്ടെന്നും എന്റെ സ്വന്തം ഏട്ടനെ പോലെയാ. ഏട്ടൻ എന്താവശ്യമുണ്ടെങ്കിലും ഈ അനിയൻ ഇവിടെ ഉണ്ടെന്ന് ഓർത്താ മതി. ദേവാ, താങ്ക് യു ദേവാ. എന്റെ ശ്രീരാമ, എന്റെ ബന്ധങ്ങളെയെല്ലാം വീണ്ടും നീ എനിക്ക് തിരിച്ചു തന്നു. ഇനിയുള്ള ഈ ചെറിയ അകലം കൂടി മായ്ച്ചു കളയണേ. നീ വൈദേഹിയാണെന്ന് തെളിയിക്കാൻ ശ്രമിച്ച ഓരോ തവണയും ഞാനാണ് അതെല്ലാം അട്ടിമറിച്ചത്. പിന്നെയും പിന്നെ ഏത് വിശ്വാസത്തിലാ നീ കേറി വരുന്നത്? ആ വിശ്വാസം എന്തായാലും ഇത്തവണ ഞാൻ തകർത്തിരിക്കും. പിന്നെ നീ ഈ വീടിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പേടിക്കും. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നല്ലോ. ഇപ്പൊ നിന്നെ ഞാൻ നക്ഷത്രം എണ്ണിക്കുന്നുണ്ട്. ചേച്ചി, പല്ലി. അയ്യോ ചേച്ചി, ചേച്ചി പുറകോട്ട് വലിക്കടി. അമ്മേ, ചേച്ചി പുറകോട്ട് വലിക്കേ. അയ്യോ എന്റെ സാരി. ഏയ്, നിന്നെ ഞാൻ എന്നെ തള്ളി താഴെയിടാൻ നോക്കുന്നോ? അയ്യോ, ഞാൻ തള്ളി താഴെ ഇടാനോ? പല്ലി മേലേക്ക് വീഴാൻ നോക്കിയപ്പോ രക്ഷിച്ചതല്ലേ. മനപ്പൂർവ്വം തള്ളിയിട്ട് അഭിനയിക്കുന്നോ നീ? എവിടെയാടി പല്ലി? ഇവിടെ ഉണ്ടായിരുന്നു ചേച്ചി. ചേച്ചിയുടെ തലയുടെ മേലെ കൂടി അത് പോയത് അറിയാമോ? തലയിൽ പല്ലി വീണാല് മരണാണെന്നാ പറയാ. കഷ്ടമല്ലേ ജീവിതത്തിൽ ഒരു സുഖം അനുഭവിക്കാതെ അങ്ങനെ അങ്ങ് പോകുന്നത്. അതുകൊണ്ടാ ചേച്ചി രക്ഷിച്ചത്. തെറ്റാണോ? എന്താടി, ദേവൻ നിന്നെ വീട്ടിലോട്ട് കൂട്ടിയെന്ന് കരുതി ജയിച്ചു എന്നുള്ള അഹങ്കാരമായിരിക്കും. ഇപ്പോഴും നീ വൈശാലിയായിട്ട് ഈ വീട്ടിൽ ജീവിക്കുന്നെന്നുള്ളത് മറക്കാതിരുന്ന നല്ലത്. ഞാൻ ചിലപ്പോ മറന്നു പോയാലും ചേച്ചി അതെന്നെ ഓർമ്മിപ്പിക്കല്ലോ. പക്ഷെ ഒരു കാര്യം അറിയോ, വൈശാലിയാണെന്ന് ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ വൈദേഹിയാണെന്ന് ചേച്ചിക്ക് അറിയാന്ന് തോന്നുന്നു. പിന്നെന്തിനാണാവോ ഞാൻ വൈശാലിയാണെന്ന് തെളിയിക്കാൻ ഇങ്ങനെ പാടുപെടുന്നത്? നീ വൈദേഹിയല്ല, വൈശാലി തന്നെയാ. വൈദേഹിയാണെന്ന് ഞാനൊരിക്കലും സമ്മതിക്കില്ല. ഈ വീട്ടിലെ മറ്റാരും സമ്മതിക്കില്ല. നീ ഒരിക്കലും ഈ വീട്ടിലെ മരുമോളായി വിലസില്ല. അമ്പലത്തിൽ പ്രദക്ഷിണം ചെയ്തത് ദേവനും ആരാധ്യ. അവർ രണ്ടുപേരും കല്യാണം കഴിക്കും. പ്രദക്ഷിണം ചെയ്തതാരാന്നും ജന്മജന്മാന്തരം ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നതാരാന്നും എന്നെക്കാളും നന്നായിട്ട് ചേച്ചിക്ക് അറിയാവുന്നതല്ലേ.
അതുകൊണ്ടല്ലേ ദേവേട്ടനിൽ നിന്ന് എന്നെ അകറ്റി നിർത്താനും പറ്റുമെങ്കിൽ എന്നെ കൊന്നു കളയാനും ഒത്തിരി ബുദ്ധിമുട്ടുന്നത്. ഞാൻ എന്ത് ചെയ്തു നാടി? എനിക്കെല്ലാം അറിയാം ചേച്ചി. എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നെ ആരും ഒന്നും ചെയ്യില്ല. നിശ്ചയം നടക്കുന്ന വീരവധം മുഴക്കിയില്ലേ? എന്നിട്ട് എന്തായി? മോതിരം ഇടുന്നത് പോട്ടെ എന്ന് വെക്കാം. എന്റെ ദേവേട്ടന്റെ വിരലി പോലും തൊടാൻ പറ്റിയോ? ഇല്ലല്ലോ. ഞാൻ ദേവേട്ടന്റെ മനസ്സിൽ മാത്രമല്ല ചേച്ചി, ഓരോ അണുവിലും നിറഞ്ഞിട്ടുണ്ട്. എന്റെ സ്ഥാനത്ത് കയറിയിരിക്കാൻ ഈ ലോകത്ത് ഇന്നൊരാളും ജനിച്ചിട്ടില്ല. ജനിച്ചിട്ടുണ്ടോ ഇല്ലയോന്ന് ഞാൻ കാണിച്ചു തരാടി. നീ ദിവസങ്ങൾ എണ്ണിക്കോ. ദേവൻ നിന്നെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യില്ല. നിന്റെ ഓർമ്മകളെയും നിന്റെ രൂപത്തെയും അവന്റെ മനസ്സിൽ നിന്ന് ഞാൻ മായ്ക്കും. അയ്യോടാ, ഇതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡി ചേച്ചി. ചിരിക്കാൻ പോലും പറ്റുന്നില്ല. ചിരിക്കരുത്, ചിരിക്കില്ലെന്നാ പറഞ്ഞേ. ചേച്ചി എന്താ പറഞ്ഞേ? ദേവേട്ടന്റെ മനസ്സിൽ നിന്ന് എന്റെ പേര് പോലും മായ്ച്ചു കളയുന്നോ? എന്റെ രൂപം പോലും ദേവേട്ടൻ മറക്കുമെന്നോ? ഈ വൈദേഹി ദേവേട്ടന്റെ അടുത്ത് നിന്ന് അകറ്റുന്നത് പോയിട്ട് എന്റെ ദേഹത്തെ ഒരു രോമത്തിൽ പോലും തൊടാൻ ഊർമിളേച്ചിക്കാവില്ല. എന്താ നീ പറഞ്ഞ? എന്റെ ദേഹത്തിൽ ഒരു രോമത്തിൽ പോലും നിനക്ക് തൊടാനും പറ്റില്ല. ദേവേട്ടൻ അതിനോട്ട് സമ്മതിക്കേയില്ല. അകന്ന് പോകേണ്ടതൊക്കെ എപ്പോഴേ അകന്നു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് നീ മാത്രമാ. നിന്നെ ഞാനങ്ങ് ഇല്ലാണ്ടാക്കിയേക്കാം. പകൽക്കിനാവ് കാണല്ലേ ചേച്ചി? ഇരുള് മൂടിയതും അതങ്ങ് ചേതറിപ്പോവും. ദേവന്റെയും വൈദേഹിയുടെയും ബന്ധം അത്ര പെട്ടെന്ന് തകർക്കാൻ പറ്റിയതല്ല. 2 ശരീരങ്ങളാണെങ്കിലും ഒരു ജീവനാണ് ഞങ്ങൾ. നിന്റെ ജീവൻ പണയം വെച്ചതിന് തുനിഞ്ഞാൽ പോലും അത് നടക്കില്ല. ഇതോർത്തു വെച്ചു. വൈദേഹി, ആരെങ്കിലും കാണും. വിട് എന്നെ, വിട് ദേവേട്ടാ. ആരെങ്കിലും കണ്ട എന്ത് കരുതും? ദേവേട്ടാ, കുറച്ചു കാലം വൈശാലി അവൻ ദേവേട്ടൻ തന്നെയല്ലേ പറഞ്ഞേ? അതിനിടയ്ക്ക് എന്തീ കാണിക്കുന്നേ? നിന്റെ കയ്യിലുണ്ടായിരിക്കേണ്ട ഒന്ന് ഇപ്പൊ എന്റെ കയ്യിലായിരിക്കാണ് മോളെ. അത് തിരിച്ചു തരാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ. എന്തിനേക്കാളും എനിക്ക് അമൂല്യമായത് എന്റെ ദേവേട്ടന്. ദേവേട്ടനെ എനിക്ക് തിരിച്ചു കിട്ടിയില്ലേ? അതിനേക്കാളും വേറെ ഒന്നും എനിക്ക് വലുതല്ല. ചന്ദ്രിക അന്ന് അവിടെ വെച്ചെന്റെ കഴുത്തി ദൂരെ മാറ്റിയതാ ദേവേട്ട. ഇട്ടന്ന് തന്നെ എനിക്കത് നഷ്ടപ്പെട്ടു. ദേവേട്ടൻ എന്നിൽ നിന്നും അകറ്റിക്കളഞ്ഞു. സത്യത്തിൽ നീ വൈദേഹിയാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് ഏറ്റവും തടസ്സമായി നിന്നത് ഈ ചെയിനായിരുന്നു വൈദേഹി. അന്ന് മരിക്കാൻ നേരത്ത് വൈശാലി ഈ ചെയിൻ എന്റെ കയ്യിൽ വെച്ച് തന്നപ്പോ നീ എന്റെ ഓർമ്മയ്ക്കായി എന്നത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് കയ്യിൽ വെച്ച് തന്നതുപോലെ എനിക്ക് തോന്നിയത്. പക്ഷേ ഇത് അവൾക്ക് അവകാശപ്പെട്ടതല്ല എന്ന അർത്ഥത്തിലാണ് അവൾ അന്നേരം അതെന്റെ കയ്യിൽ വെച്ച് തന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. തെറ്റ് ദേവേട്ടന്റേതല്ല ദേവേട്ട. വൈശാലിയെ വൈദേഹിയാക്കി മാറ്റാൻ ചന്ദ്രികയുടെ ബുദ്ധിയിൽ ഉദിച്ചതായത്. ഏതായാലും അതൊക്കെ കഴിഞ്ഞു പോയില്ലേ വൈദേഹി. ഇനിയിപ്പോ ആരെന്ത് വിചാരിച്ചാലും ഒരു കുഴപ്പവുമില്ല. ഇനി നമ്മളെ തമ്മിൽ അകറ്റാൻ ആർക്കും ആവില്ല. നിനക്കൊരു കാര്യം അറിയോ? നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ ഓരോന്നും ഞാൻ സൂക്ഷിച്ചെടുത്തു വെച്ചിട്ടുണ്ട്. കാണിക്കട്ടെ, വാ. ദേവേട്ടാ, എവിടേക്കാ വാ വൈദേഹി, എവിടേക്കാ? വാ, ഇങ്ങ് വാ.
നിനക്കൊരു സർപ്രൈസ്. ഒന്ന് ഇത് പിടിച്ചേ. നിന്നെ അന്ന് ആദ്യമായിട്ട് കണ്ടപ്പോ ഞാൻ നിന്റെ ഒരു ഫോട്ടോ എടുത്തിരുന്നില്ലേ? അതിപ്പോ കാണിച്ചുതരാം. ഇവിടെയല്ല വെച്ചത്, ദാ ഇവിടെ വെച്ചത്. ഒരു മിനിറ്റ്. അന്ന് നിന്റെ മുഖത്ത് മുഴുവൻ ചായമായിരുന്നു. അത് കാണാൻ നല്ല രസമാണ്. ഞാൻ ഇപ്പൊ കാണിക്കാം. ഞാൻ ഇതിനകത്താ വെച്ചേ, പക്ഷെ കാണുന്നില്ല. ഇവിടെ നിന്റെ ഒരു ഫോട്ടോ വെച്ചിരുന്ന എന്ത് ദേവേട്ടാ? നിന്റെ ഫോട്ടോയും നിന്നെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഒന്നും ഇവിടെ കാണുന്നില്ല. അതെല്ലാം എവിടെ പോയി ദേവേട്ടാ? അത് ശരി, ഇപ്പം മനസ്സിലായി. നിന്നെ എന്നിൽ നിന്ന് അകറ്റാനുള്ള ശ്രമത്തിന്റെ ഒരു ഭാഗമായിട്ട് കാണാതായതാ. നിന്റെ ഓർമ്മകളും ഫോട്ടോയൊക്കെ എന്റെ കൺമുമ്പിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാ നിസ്സാരായിട്ട് നിന്നെ എന്റെ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റാന്ന് വിചാരിച്ചു കാണും. അന്നാ നിശ്ചയം കൂടി മുടങ്ങിയ സ്ഥിതിക്ക് ഞാൻ നിന്നെ ഒരിക്കലും ഓർക്കാതിരിക്കാൻ വേണ്ടി അവരെല്ലാം കൂടെ കണ്ടുപിടിച്ച മാർഗമായിരിക്കും ഇത്. നീ നിക്ക്. വിനയ, വിനയ, ദേവേട്ടാ, ദേവേട്ടാ, വിനയ. ഈ വൈദേഹി ദേവേട്ടന്റെ അടുത്ത് നിന്ന് അകറ്റുന്നത് പോയിട്ട് എന്റെ ദേഹത്തെ ഒരു രോമത്തിൽ പോലും തൊടാൻ ഊർമിളേച്ചിക്കാവില്ല. എന്താ നീ പറഞ്ഞ? ഊർമിളേച്ചിയോട് ചെയ്ത ചാലഞ്ചില് ഞാൻ പറയാതെ തന്നെ എന്നെ വിജയിപ്പിക്കാൻ പോയതാണോ ദേവേട്ടൻ? വിനയ, വിനയ. എന്താ ദേവേട്ടാ? എന്തുട്ടി ദേവേട്ടാ? എന്റെ മുറിയിലിരുന്ന വൈദേഹിയുടെ ഫോട്ടോസ് ഒക്കെ എവിടെ? ദേവേട്ടാ, അത് പിന്നെ ചോദിച്ചത് നിന്നോടാ വിനയ. അതൊക്കെ എവിടെ? അത് പിന്നെ ആ ചേച്ചിയാണ്. അതൊക്കെ ദേവേട്ടന്റെ മുറിയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ദേവേട്ടൻ വൈദിക ചേച്ചിയെ പറ്റി മാത്രം ചിന്തിച്ചിരിക്കുമെന്നും പറഞ്ഞ് ആരാധ്യ ചേച്ചി അതൊക്കെ എടുത്ത് പുറത്ത് കളയാൻ വേണ്ടി പറഞ്ഞു. എന്താ പറഞ്ഞേ? ആരാധ്യ അത് കളയാൻ പറഞ്ഞെന്നോ? അതെ ദേവേട്ടാ. അവളങ്ങനെ പറഞ്ഞെന്ന് വെച്ച് നീ എന്തിനാ വിനയ അത് എടുത്തു കളഞ്ഞേ? ഈ വീട്ടിലുള്ളവരെല്ലാം കൂടി എന്തൊക്കെ ചെയ്യുന്നേ? അതെന്റെ വൈദേഹിയുടെ ഓർമ്മകൾ മാത്രമല്ല, എന്റെ ജീവനും കൂടിയെന്ന് അറിയില്ലേ? അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തെ? വിനയ, ഞാൻ ചോദിക്കുന്നത് നിന്നോടാ. ആരിവിടെ മറുത്തൊന്നും പറഞ്ഞില്ലേന്ന്? ഇല്ല ദേവേട്ടാ. ദേവേട്ടൻ വൈദേഹി ചേച്ചിയെ മറന്നാലേ ആരാധ്യ ചേച്ചിയെ കല്യാണം കഴിക്കൂ അത്രേ. അങ്ങനെ നടക്കണമെങ്കിൽ ആദ്യം വൈദേഹി ചേച്ചിയുടെ ഓർമ്മകൾ ഒന്നും ഈ വീട്ടിൽ ഉണ്ടാകരുത്, ആരാധ്യ ചേച്ചി മാത്രം മതി എന്ന് പറഞ്ഞ് വീട്ടിലെല്ലാവരും കൂടി ചേർന്ന് ഇത് ചെയ്തത്. അയ്യോ ദേവേട്ടാ, എന്താ ഈ കാണിച്ചേ? എന്റെ കയ്യിൽ നിന്ന് വിട് വിനയ. അയ്യോ ഓടി വരണേ. എന്റെ കയ്യിൽ നിന്ന് വിട്. എന്റെ കയ്യിൽ നിന്ന് വിടാ. നിന്നോട് വിടാനല്ല പറഞ്ഞത്. എന്താ ദേവേട്ടാ ഇത്? വിനയ, മര്യാദയ്ക്ക് വിടുന്നുണ്ടോ? വിടാൻ. ദേവേട്ടാ, 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 കയ്യെന്ന് വിടാനാ വിനയ പറഞ്ഞത്. ദേവേട്ടാ, വിടാൻ. വിടാ. ദേവേട്ടാ. ദേവേട്ടാ, എന്ത് പറ്റി ദേവേട്ടാ? എന്താ കൈക്ക് പറ്റിയത്? ഒന്നും പറ്റിയിട്ടില്ല. നീ ഇവിടെ നിന്ന് പോയിക്കോ. ദേവേട്ടാ, എന്ത് ദേവേട്ടാ? ബ്ലഡ് വല്ലത് പോകുന്നുണ്ട്. എന്താ പറ്റിയത്? എന്താ ദേവേട്ടാ? നിന്നോട് മിണ്ടാതെ മാറി നിൽക്കാനാ പറഞ്ഞത്. മുനിദേവാ, എന്താ പറ്റിയത് മോനെ? എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ? ചോര വല്ലാതെ വരുന്നുണ്ടല്ലോ മോനെ. മോനെ ദേവാ, എന്റെ കയ്യിൽ നിന്ന് വിട്.
ആരും തൊട്ടു പോകരുത്. എന്താ പറ്റിയ ദേവാ? കയ്യിൽ എന്തെങ്കിലും ബ്ലഡ്? എന്ത് പറ്റിയതാ ഇത്? നല്ല ബ്ലീഡിംഗ് ഉണ്ടല്ലോ ദേവാ. വിനയ, എന്താ നോക്കി നിൽക്കുന്നേ? ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തിട്ട് വാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എത്ര ചോര വേണമെങ്കിലും പൊയ്ക്കോട്ടെ, ആരും അതോർത്ത് വിഷമിക്കണ്ട. പിന്നെ ആരാധ്യേ, നീ ദേവി ഇത് എന്റെ കാര്യത്തിലൊന്നും ഇടപെടണ്ട. എന്താ ദേവ? മാറിന്തു, അത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടത്. കയ്യിൽ നിന്നൊഴുകി ഈ ചോര നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്റെ ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുന്ന എന്റെ വൈദേഹി നിങ്ങൾ ആരും കാണുന്നില്ല. ദേവേട്ട, നിന്നോട് മിണ്ടിപ്പോകരുതെന്ന് ഞാൻ പറഞ്ഞതാണ്. മിണ്ടരുത്. ദേവാ, എന്താടാ ഇത്? ആ കയ്യൊന്ന് തുണിയുണ്ടെങ്കിൽ കെട്ട്. എന്തിനു കെട്ടണം? ഞാനിങ്ങനെ ആവണമെന്നല്ലേ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നേ? എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നാ പോലും ഞങ്ങൾക്ക് ആർക്കും അത് സഹിക്കാൻ പറ്റില്ല മോനെ. എന്നിട്ടിപ്പോ നിന്റെ കയ്യിൽ നിന്ന് ചോര ഒഴുകുന്നത് ഞങ്ങൾ എങ്ങനെ കണ്ടു നിൽക്കും? അതാണല്ലോ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നേ. എന്റെ വൈദേഹി എന്നിൽ നിന്ന് മനഃപൂർവ്വം അകറ്റാൻ ശ്രമിക്കുകയല്ലേ നിങ്ങൾ? അതിനുവേണ്ടിയാണല്ലോ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന അവളുടെ ഫോട്ടോയും ഓർമ്മകളും ഒക്കെ നിങ്ങൾ എടുത്ത് കളഞ്ഞത്. എനിക്കെന്റെ വൈദേഹി അവളുടെ ഫോട്ടോയോ അവളുമായി ബന്ധപ്പെട്ട സാധനങ്ങളോ ഒന്നും അല്ല അച്ഛാ. എന്റെ വൈദേഹി എനിക്ക് എന്റെ ജീവനാ. ആ ഓർമ്മകൾ വലിച്ചെറിഞ്ഞു വെച്ച് എന്റെ വൈദേഹി ഒരിക്കലും എന്നെ വിട്ടു പോവില്ല. ഇത് കണ്ടോ, ഈ ഒഴുകുന്ന ചോരയുടെ ഓരോ തുള്ളിയിലും എന്റെ വൈദേഹി അടങ്ങിയിട്ടുണ്ട്. അതിൽ അവസാനത്തെ തുള്ളിയിൽ പോലും എന്റെ വൈദേഹി ഉണ്ടായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വൈദേഹി എന്നിൽ നിന്ന് അകറ്റണമെങ്കിൽ എന്റെ ശരീരത്തിൽ ഓടുന്ന അവസാന രക്തത്തുള്ളിയും ഇല്ലാതാവണം. അതുകൊണ്ട് ഈ രക്തം ഇങ്ങനെ ഒഴുകി തീരട്ടെ. മോനെ ദേവ, ആരും ഒന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞില്ലേ? അവള് വിവരമില്ലാതെ എന്തോ ചെയ്തെന്ന് കരുതി നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരുന്നല്ലോ എന്റെ വൈദേഹി ഇല്ലാത്തൊരു ജീവിതം എനിക്കില്ല എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞ എങ്ങനെ? എന്താ ദേവ ഇത്? നിന്റെ മനസ്സ് മാറി നീയൊന്ന് കല്യാണം കഴിച്ച് കാണാനല്ലേ അതൊക്കെ എടുത്ത് പുറത്തു കളഞ്ഞത്? അതിനു പകരം ഇങ്ങനെ ഭ്രാന്ത് കാണിച്ചാൽ എങ്ങനെയാ ദേവ? ഇതിലും ഭേദം എല്ലാരും കൂടെ എന്റെ ജീവൻ അങ്ങ് എടുക്കായിരുന്നു.